എല്ലാവർക്കും നമസ്കാരം. സൈനേർഡ് നീറ്റ് കേരള UG കൗൺസിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ അമൃത. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള നീറ്റ് UG കൗൺസിലിങ്ങിലെ ഫീ കൺസെഷൻ ആൻഡ് സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ്. ഫീ കൺസെഷനും സ്കോളർഷിപ്പും മെയിൻലി നമ്മുടെ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാർഷിക വരുമാനം കുറവായിട്ടുള്ളവർക്ക് തീർച്ചയായും ഫീസിലെ ആനുകൂല്യം ഒക്കെ ലഭ്യമാണ്. അത് ആ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ മുഖേനമാണ് നമ്മൾ കൈപ്പറ്റേണ്ടത്. ഇതിൽ എന്താണ് അനക്സ്റ്റർ എന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ ഫോമാറ്റിലാണ് അനക്സ്റ്റർ ഫോർ ക്ലെയിമിംഗ് ഫീ കൺസെഷൻ. അത് എലിജിബിൾ കാറ്റഗറിക്കാണ് ഉള്ളവർക്കാണ് ഈ ഫീസ് കൺസെഷൻ ഉള്ളത്. OEC കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. അവർക്ക് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. എങ്കിലും മാത്രമേ നിങ്ങൾക്ക് ഫീ കൺസെഷൻ കിട്ടുള്ളൂ. അതേസമയം OEC കാൻഡിഡേറ്റ് ആണ്, പക്ഷേ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് ഫീ കൺസെഷൻ കിട്ടത്തില്ല. പിന്നെ ഇത് സംബന്ധമായി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അത് എലിജിബിൾ കാറ്റഗറിയിലെ എങ്ങനെയാണ് ഫീ കൺസെഷൻ കിട്ടുന്നത് അതിനൊക്കെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈനേർഡിൻ്റെ കോൾ നമ്പറുണ്ട്. തീർച്ചയായും അതിൽ വിളിച്ചാൽ ഞങ്ങൾ സഹായിക്കുന്നതാണ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ്. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും, എന്നാലും നമ്മൾ പറഞ്ഞു തരാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഭയങ്കര സിമ്പിളാണ്. ഫസ്റ്റ് വൺ ഇസ് രജിസ്റ്റർ. നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് കൊടുത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുന്നത് സേവ് ചെയ്ത് എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കുക. കാരണം മിക്ക ഇതിലും നമുക്ക് ആവശ്യം വരുന്നതാണ്. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇമേജസ് അവർ പറയുന്ന കറക്റ്റ് സൈസിൽ വേണം ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ. അതേസമയം ഇമേജസ് കറക്റ്റ് സൈസിലല്ല അപ്ലോഡ് ചെയ്തതെങ്കിൽ വീണ്ടും വിൻഡോസ് എഡിറ്റ് ഓപ്ഷനൊക്കെ വരും. അപ്പോൾ വീണ്ടും ഇരുന്ന് നിങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വേണം ചെയ്യാനുള്ളത്. പിന്നെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കറക്റ്റായിട്ടുള്ളത് അപ്ലോഡ് ചെയ്യുക. പിന്നെ ആപ്ലിക്കേഷൻ ഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ MBBS BDS ജനറൽ കാറ്റഗറിക്ക് ഫീസ് 625 രൂപയും MBBS BDSന് SC കാറ്റഗറിക്ക് 250 രൂപയും ST കാറ്റഗറിക്ക് ഫീസ് ഇല്ല. പിന്നെ പേയ്മെൻറ്റ് മോഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ട്. ഒരുപാട് പേര് ബുദ്ധിമുട്ട് പറയുന്നത് ആദ്യം അവർ ക്രെഡിറ്റ് കാർഡും GPay ഒക്കെ വഴി ചെയ്യുമ്പോൾ സക്സസ് ആവാറില്ല, അങ്ങനെ പൈസ പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ അങ്ങനെ വിഷമിച്ചിരുന്ന് സമയം കളയരുത്. കാരണം ഒരു പക്ഷേ പൈസ പോയിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്ക് ഡേയ്സിൽ വിത്തിൻ 5 to 7 days അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും, ക്രെഡിറ്റ് ആവും. അപ്പോൾ അതേസമയം അതോർത്ത് ഇങ്ങനെ വിഷമിച്ച് ദിവസങ്ങൾ കളഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് കേരളയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ അവസരത്തെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. തീർച്ചയായും അങ്ങനെയൊന്നും ചെയ്യരുത്. കൗൺസിലിംഗ് സംബന്ധമായി എന്തെങ്കിലും സംശയമുണ്ടോ? ഓൾ ഇന്ത്യ വൈസോ കേരള വൈസോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെയാണ് പ്രിഫറൻസ്, ആദ്യം ഏത് കോളേജ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സൈനേർഡ് പോർട്ടൽസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. അത് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസ്, ക്ലോസിംഗ് റാങ്ക്, ഫീസോ എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. നിങ്ങളോട് സംസാരിച്ച ഞാൻ ഡോക്ടർ അമൃത. താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ്. എല്ലാവർക്കും നന്ദി.